ഏതോ ഒരു അജ്ഞാത സഖാവാണ്, ഒരു സാധാരണക്കാരൻ. ക്യാമറയ്ക്ക് മുന്നിൽ വിരൽ ചൂണ്ടി നെഞ്ചു വിരിച്ച് സംസാരിക്കുന്ന ഒരു സാധാരണ സഖാവ്. ഞങ്ങൾക്ക് പാർട്ടി ക്ലാസ് വന്നു, ഞങ്ങൾ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന ഈ മനുഷ്യൻ ഇന്നലെ കാണിച്ച ആ ഒരു സാധനം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നുമല്ല, സുധാകരൻ ഇവിടെ ഈ സ്വതന്ത്രനായിട്ടാണെങ്കിൽ തന്നെയും എന്തായിട്ട് നിന്ന് കഴിഞ്ഞാൽ സുധാകരൻ ഒന്നുമല്ല, വെറും ഷൂ തന്നെ. മത്സരിക്കാൻ ജയിക്കത്തില്ല, ഉറപ്പായിട്ടും. പുന്നപ്പുറയിൽ VS-ന്റെ വീടിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് ഈ രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ജയിക്കില്ല, ഒരിക്കലും ജയിക്കില്ല. പാർട്ടിക്ക് ഒരു ക്ഷീണവും സുധാകരൻ പോയത് കൊണ്ട് സംഭവിക്കില്ല. സുധാകരൻ ഒരു വ്യക്തി മാത്രമാണ്, ഞങ്ങൾക്ക് പ്രസ്ഥാനമാണ് വലുത്. പല്ലുകൊഴിഞ്ഞ ഒരു കൂലിപ്പണിക്കാരനാണെന്ന് തോന്നിക്കുന്ന ആ മനുഷ്യന്റെ വാക്കുകളിൽ പക്ഷെ ആളിക്കത്തുന്ന ഒരു അഗ്നിയുണ്ടായിരുന്നു. എന്ത് ഗംഭീരമായ പാർട്ടി ബോധമാണത് എന്ന് ചിന്തിച്ചു പോകും. ഒന്ന് ഓർത്തു നോക്കൂ, നിരവധി തവണ MLA-യും മന്ത്രിയുമായി ആലപ്പുഴയിൽ പാർട്ടിയുടെ മുടിചൂടാ മല്ലനായി വിലസിയിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഇന്ന് വെറുമൊരു തിര അടങ്ങിയ ബക്കറ്റിലെ കടൽവെള്ളം മാത്രമാണെന്ന് യാതൊരു സങ്കോചവുമില്ലാതെ പറയുന്നത് ഒരു സാധാരണക്കാരനായ പ്രവർത്തകനാണ്. ആ വാക്കുകൾക്ക് എന്തൊരു കരുത്താണ്, എന്തൊരു ശൈലിയാണതിന്. അതിനൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു വാക്കുണ്ട്. സാക്ഷാൽ പിണറായി പാർട്ടി വിട്ടുപോയാലും ഞങ്ങൾ പാർട്ടിയോടൊപ്പം, പാർട്ടിയാണ് വലുത്. സാക്ഷാൽ പിണറായി വിജയൻ ഈ പാർട്ടി വിട്ടുപോയാലും ആ പാർട്ടിക്കൊന്നും സംഭവിക്കില്ല എന്ന് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വാക്ക്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു പതിറ്റാണ്ട് മുൻപുള്ള മറ്റൊരു രംഗമാണ്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തെ ആലപ്പുഴയിലെ ആ അവസാന സമ്മേളനം. പാർട്ടിയോട് കലഹിച്ച് വേദിയിൽ നിന്ന് പുറത്തേക്ക് പോയ സാക്ഷാൽ VS അച്യുതാനന്ദനെ നോക്കി പിണറായി വിജയൻ അന്ന് നടത്തിയ പ്രസ്താവന. അതിൻ്റെ അതേ ചൂടുമാണ് ഇനി സാധാരണ സഖാക്കളുടെ വാക്കുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ന് പിണറായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഏതൊരു വ്യക്തിയായാലും ഈ പ്രസ്ഥാനത്തിന് കീഴ്പ്പെട്ടേ മതിയാകൂ. എൻ്റെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആരെയും പേടിയില്ലെങ്കിൽ പുരയ്ക്കൽ തൂണിനെയെങ്കിലും പേടിക്കണം. ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും പാർട്ടിയുടെ കീഴിലായിരിക്കണം. പാർട്ടിയുടെ മുന്നിൽ ദുരഭിമാനത്തിൻ്റെ ആവശ്യമില്ല. ശത്രുവിൻ്റെ മുന്നിലാണ് നമ്മൾ നെഞ്ചു വിരിക്കേണ്ടത്. ഈ പാർട്ടിയുടെ മുന്നിൽ നാം കീഴടങ്ങിയിരിക്കണം. ആരും വേറൊന്നും പറഞ്ഞില്ല, ഞാനും മറ്റൊന്നും പറയുന്നില്ല. പക്ഷേ വിരട്ടലും വിലപേശലുമൊന്നും ഈ പാർട്ടിയോട് വേണ്ട. സുധാകരൻ്റെ ഇതേ മണ്ണിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് അന്ന് പാർട്ടിയുടെ ക്യാപ്റ്റൻ ഇതിനേക്കാൾ വലിയൊരു നേതാവിനോട് പറഞ്ഞ വാക്കുകളാണിവ. അതുകൊണ്ട് ഇന്നത്തെ ഈ സാഹചര്യത്തെ ഏറ്റവും മനോഹരമായി ആ പഴയ നാടൻ ചൊല്ലിലൂടെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. മഴ പെയ്തിട്ട് നനയാത്തതാണോ ഇനി മരം പെയ്ത് നനയാൻ പോകുന്നത്? ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും അപ്പുറം കണക്കുകൾ സംസാരിക്കണം. വർഷങ്ങളുടെ പാർലമെൻ്ററി ചരിത്രവും നേതാക്കൾക്ക് ലഭിച്ച പദവികളുടെ കണക്കുകളും അഴിച്ചു പണിത് പരിശോധിക്കുമ്പോൾ വെളിപ്പെടുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ചില യാഥാർത്ഥ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത്? സുധാകരന് ലഭിച്ച പദവികൾ മറ്റുള്ളവരെക്കാൾ കുറവോ അതോ കൂടുതലോ? നമുക്ക് പരിശോധിക്കാം. നമുക്ക് പ്രധാനമായും സുധാകരന് പാർട്ടി കൊടുത്ത പദവികളും അത് പാർലമെൻറ്റിൻ്റെ നിയമസഭയിലേക്ക് ഒക്കെ നടന്ന തിരഞ്ഞെടുപ്പുകളുടെ പദവികൾ, രണ്ടാമത് പാർട്ടിയിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ പദവികൾ, മറ്റനുബന്ധ പദവികൾ, ഇത് സുധാകരനും മറ്റ് CPM-ലെ മുതിർന്ന നേതാക്കൾക്കും എങ്ങനെയാണ് പാർട്ടി നൽകിയത്? വലിയ വിവേചനവും അവഗണനയും സുധാകരൻ യഥാർത്ഥത്തിൽ നേരിട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പാർലമെന്ററി രാഷ്ട്രീയം, സംഘടനാ പ്രവർത്തനം, ട്രേഡ് യൂണിയൻ, മറ്റ് അനുബന്ധ രാഷ്ട്രീയ പ്രവർത്തനം, ഈ 3 കാറ്റഗറികളിലായി സുധാകരനെ യഥാർത്ഥത്തിൽ CPM അവഗണിച്ചിരുന്നോ? ലെറ്റ്സ് ഗോ ടു ഫാക്ട് ചെക്ക്. ആദ്യം നമുക്ക് പാർലമെന്ററി രാഷ്ട്രീയ ചരിത്രം എടുക്കാം. പാർലമെന്ററി രാഷ്ട്രീയ ചരിത്രത്തിൽ സുധാകരനെയും പിണറായി വിജയനെയും VS അച്യുതാനന്ദനെയും കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ പാലുളി മുഹമ്മദ് കുട്ടിയെയും നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. യഥാർത്ഥത്തിൽ ഈ നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ സുധാകരൻ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? വാസ്തവത്തിൽ സുധാകരൻ 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിൽ നിന്ന്, ഒപ്പം കായംകുളത്ത് നിന്ന്, അമ്പലപ്പുഴയിൽ നിന്ന് പലകുറി 7 തവണ മത്സരിച്ചു. യഥാർത്ഥത്തിൽ 4 തവണ, ഒരു തവണ കായംകുളത്ത് നിന്നും 3 തവണ അമ്പലപ്പുഴയിൽ നിന്നും നിയമസഭയിലേക്ക് എത്തി. 20 വർഷം നിയമസഭയിൽ MLA ആയിരുന്നു. പിണറായി വിജയൻ ആകെ മത്സരിച്ചത് 5. നോക്കൂ, സുധാകരൻ ആകെ മത്സരിച്ചത് 7. അതിൽ തന്നെ 4 തവണ വിജയിച്ചു. 5 തവണ പിണറായി വിജയൻ മത്സരിച്ചു. VS അച്യുതാനന്ദന് ലഭിച്ചത് 9 തവണ, 9.
പാലുളി മുഹമ്മദ് കുട്ടി 4 തവണ നിയമസഭയിൽ മത്സരിച്ചു. അതായത് വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞാൽ പിണറായി വിജയനേക്കാൾ കൂടുതൽ തവണ നിയമസഭയിൽ മത്സരിച്ച നേതാവാണ് ജി സുധാകരൻ. പാലുളി മുഹമ്മദ് കുട്ടി 4 തവണ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ച നേതാവാണ് ജി സുധാകരൻ. ഇനി MLA എന്ന നിലയിൽ 4 തവണ ജി സുധാകരൻ നിയമസഭയിലേക്ക് എത്തുന്നു. പിണറായി വിജയൻ 5 മത്സരങ്ങളിൽ 5ഉം ജയിച്ച് നിയമസഭയിലെത്തുന്നു. വി എസ് അച്യുതാനന്ദൻ 9 തവണ മത്സരിച്ച് 7 തവണയും നിയമസഭയിലേക്ക് എത്തുന്നു. പാലുളി മുഹമ്മദ് കുട്ടി 4 തവണ മത്സരിച്ച് 4 തവണയും നിയമസഭയിലേക്ക് എത്തുന്നു. അപ്പോൾ 4 തവണ പാലുളി മുഹമ്മദ് കുട്ടിക്കും നിയമസഭയിൽ MLA ആകാൻ അവസരം ലഭിച്ചു. ജി സുധാകരനും 4 തവണ MLA ആകാൻ അവസരം ലഭിച്ചു. 7 തവണ മത്സരിച്ചെങ്കിലും 4 തവണ മാത്രമേ വിജയിച്ചുള്ളൂ ജി സുധാകരൻ. 5 തവണ മത്സരിച്ച് പിണറായി വിജയൻ 5 തവണയും മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തുന്നു. വലിയ വ്യത്യാസമില്ല എന്നത് കാണാം. മന്ത്രി എന്ന നിലയിൽ 2 തവണ, അതായത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം വകുപ്പിൻ്റെയും ഒപ്പം തന്നെ സഹകരണ വകുപ്പിൻ്റെയും ചുമതല. രണ്ടാമത് 2016 പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി. അങ്ങനെ 2 ടേമുകളിലായി 2 തവണ 3 പ്രധാനപ്പെട്ട വകുപ്പുകളും മറ്റനുബന്ധ വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട് ജി സുധാകരൻ. ഇത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ളത് മാറ്റി നിർത്തിയാൽ 1 തവണ മാത്രമാണ് മന്ത്രിയായിരുന്നത്. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എന്ന നിലയിലല്ലാതെ മറ്റൊരു തവണ പോലും മന്ത്രിയായിട്ടില്ല. പാലുളി മുഹമ്മദ് കുട്ടി ആവട്ടെ 2 തവണ 2 ടേമിൽ മന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ പാലുളി മുഹമ്മദ് കുട്ടിക്കും 2 ടേമിൽ അവസരം ലഭിച്ചു. ജി സുധാകരനും 2 ടേമിൽ അവസരം ലഭിച്ചു. ഇതിൽ പാർട്ടി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ജി സുധാകരനെ അവഗണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വാസ്തവം അങ്ങനെ അവഗണിച്ചു എന്ന് പറയാൻ കഴിയില്ല എന്നതാണ്. ഇനി പാർട്ടി പദവികളിൽ എന്നുള്ളത്, പാർട്ടി പദവികളിൽ ശരിയാണ്, ഈ നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പദവികൾ ജി സുധാകരന് കിട്ടിയിട്ടില്ല. ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി, 6 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചരിത്രവും 4 പതിറ്റാണ്ടിലേറെ ജില്ലാ പാർട്ടിയെ നയിച്ചതിന്റെ ചരിത്രവുമുണ്ട് ജി സുധാകരന്. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ കേന്ദ്ര കമ്മിറ്റിയിലോ പോളിറ്റ് ബ്യൂറോയിലോ ജി സുധാകരൻ എത്തിയില്ല. പിണറായി വിജയൻ ഈ എല്ലാ ഘടകങ്ങളിലും എത്തി. വി എസ് അച്യുതാനന്ദൻ എല്ലാ ഘടകങ്ങളിലും എത്തി. പാലുളി മുഹമ്മദ് കുട്ടി കേന്ദ്ര കമ്മിറ്റി വരെ എത്തി. ഇനി അനുബന്ധ രാഷ്ട്രീയ ജീവിതം എങ്ങനെയാണ്? അതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ, ട്രേഡ് യൂണിയൻ, മറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഈ 4 നേതാക്കളെയും പാർട്ടി പരിഗണിച്ചത് എങ്ങനെയാണ് എന്ന് നോക്കാം. ജി സുധാകരന് തദ്ദേശ സ്ഥാപനത്തിൽ, അതായത് അമ്പലപ്പുഴയിലെ നഗരസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മത്സരിച്ച് അവിടെ പ്രതിപക്ഷ നേതാവായിരിക്കുകയും ചെയ്തു. ഓർമ്മിക്കണം, ചാരുമൂട് പഞ്ചായത്താണ്. അവിടെ നിന്നും അമ്പലപ്പുഴയിലെ നഗരസഭയിൽ കൊണ്ടുവന്ന് മേൽവിലാസം ചേർത്ത് അവിടെ താമസിപ്പിച്ച് അവിടെ മത്സരിപ്പിച്ച് അമ്പലപ്പുഴയിലെ നഗരസഭയിലെ ജയിച്ചിരുന്നെങ്കിൽ ചെയർമാൻ, പക്ഷേ പരാജയപ്പെട്ടതുകൊണ്ട് പ്രതിപക്ഷ നേതാവാക്കി. കൂടാതെ ജില്ലാ കൗൺസിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ചു. അങ്ങനെ തദ്ദേശ സ്ഥാപന പദവി ജി സുധാകരന് ജില്ലാ കൗൺസിലിലും നഗരസഭയിലും കിട്ടി. ട്രേഡ് യൂണിയൻ, കർഷക തൊഴിലാളി സംഘത്തിൻ്റെ ട്രേഡ് യൂണിയൻ നേതാവായിട്ട് പ്രവർത്തിച്ചു. അതുകൂടാതെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ കേരള സർവകലാശാലയിൽ 11 വർഷം 1984 മുതൽ 95 വരെ സിൻഡിക്കേറ്റ് അംഗമായി 11 വർഷം പ്രവർത്തിച്ചു. യൂണിവേഴ്സിറ്റി ഫിനാൻസ് കമ്മിറ്റി പദവിയിൽ 5 തവണ 5 വർഷത്തോളം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. ഇതുകൂടാതെയാണ് വിവിധ സഹകരണ സംഘങ്ങളിൽ അദ്ദേഹത്തിന് അംഗത്വമുണ്ടായിരുന്നു. അതിൽ ആലപ്പുഴയിലെ ഗ്രാമീണ സഹകരണ ബാങ്ക്, ആലപ്പുഴയിലെ ജില്ലാ കർഷക സഹകരണ ബാങ്ക്, ഇവിടെ സഹകരണ സംഘം, ഇവിടെയൊക്കെ തന്നെ അദ്ദേഹത്തിന് അംഗത്വവും ഉണ്ടായിരുന്നു. പിണറായി വിജയനാവട്ടെ തദ്ദേശ സ്ഥാപനത്തിൽ മത്സരിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന്റെ ചുമതലയുണ്ടായിരുന്നില്ല. യൂണിവേഴ്സിറ്റി ഫിനാൻസ് കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്നില്ല. വി എസ് അച്യുതാനന്ദനാവട്ടെ തദ്ദേശ സ്ഥാപനത്തിന് മത്സരിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലേക്ക് വന്നിട്ടില്ല. പാലുളി മുഹമ്മദ് കുട്ടിയാവട്ടെ ട്രേഡ് യൂണിയൻ നേതാവ്, യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലേക്ക് വന്നിട്ടില്ല. യൂണിവേഴ്സിറ്റി ഫിനാൻസ് കമ്മിറ്റിയിലേക്ക് വന്നിട്ടില്ല. ആ അർത്ഥത്തിൽ നോക്കിയാൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലും അനുബന്ധ രാഷ്ട്രീയത്തിലും മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പമോ അതിനു മേളിലോ പാർട്ടി ജി സുധാകരനെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത.